ഈ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, നമ്മൾ കയറിയിരുന്ന് കഴിയുമ്പം എയർ ഹോസ്റ്റസോ ഒക്കെ മുമ്പിൽ വന്നിട്ട് കൈക്കറി കാണിച്ച് പല കാര്യം പറയും. ഒരു ദിവസം 5 വട്ടം കയറിയാൽ കേട്ടേക്കത്തുള്ളൂ. അത് അവർ പറയുന്നതെന്നറിയാമോ? ഈ പ്ലെയിൻ ആകാശത്തോട് പോകുമ്പോൾ ഓക്സിജൻ നഷ്ടപ്പെടാം, അപ്പോൾ ഓക്സിജൻ മാക്സ് വീഴും, നിങ്ങൾ മൂക്കിൽ വെച്ച് വലിച്ചു വേണം. അടിയന്തരമായി ചിലപ്പോൾ ലാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും കാണരുത്, അടിയന്തരമായുള്ള ഓപ്പൺ ആകും. അപ്പോൾ അതിൽ കൂടെ ഷൂ ഒന്ന് നിരങ്ങി ഇറങ്ങണം. പെട്ടിയെടുക്കാൻ പാടില്ല, ബ്രീഫ് കേസ് എടുക്കരുത്. അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ $50,000 ഉണ്ടെങ്കിലും എടുക്കാനൊക്കത്തില്ല, ചാടിക്കോണം. ഇനി ഇത് കടലില്ല മണ്ടയ്ക്കാ മിക്കാറും വീഴുന്നത്. അപ്പം ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അത് ഓളയെന്നിടണം, അത് ഫൂ എന്ന് ഊതി വീർപ്പിക്കണം, ലൈറ്റ് കത്തിക്കണം, ഷൂ എന്ന് വിഷിലടിക്കണം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം എനിക്കത് താഴോട്ട് പോയാൽ പിന്നെ പോക്കാം, പിന്നെ വിഷിലൂത്തും നടക്കത്തില്ല, ലൈറ്റ് അടിയിലും നടക്കും. ഓരോ ടേക്ക് ഓഫും ഓരോ ലാൻഡിങ്ങും ദൈവകൃപയാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, അടിയന്തര ലാൻഡിങ്ങിൽ നിരങ്ങി ഇറങ്ങിക്കോണം എല്ലാം ഇട്ടിട്ട്. ഇതൊരു കപ്പൽ പോകുകയാ, കപ്പൽ കൂട്ടിമുട്ടി. കപ്പലിൽ ലൈഫ് ബോട്ടുകളാണ്. അപ്പം ജാക്കറ്റ് ഇട്ടോ ലൈഫ് ബോട്ടിൽ പോകണം. ക്യാപ്റ്റൻ മുന്നറിയിപ്പ് നൽകി, ഇതാ നമ്മുടെ കപ്പൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞു, കപ്പൽ മുങ്ങാൻ പോകുന്നു, ഈ ലോകമാൻ കപ്പൽ മുങ്ങാൻ പോവാ, ഓടിക്കറിക്കോ ലൈഫ് ബോട്ടിൽ, എല്ലാവരും ഓടിക്കയറുക, ലഗേജ് ഒന്നും എടുക്കരുത്, വെറും കയ്യായി ഓടിക്കയറിക്കോണം. എല്ലാവരും ഓടിക്കയറാൻ തുടങ്ങി. ഡോളറും ചെക്കും പൗണ്ടും സ്വർണവും പെട്ടിയെല്ലാം ഇട്ടിട്ട് എല്ലാവരും ഓടുമ്പം ഒരുത്തനാ കപ്പലിൽ നടന്ന് ഈ ആളുകൾ ഇട്ടിട്ട് പോയതെല്ലാം വാരിക്കൂട്ടുക, സ്വർണവും വെള്ളിയെല്ലാം. അതിനോട് നിനക്ക് രക്ഷപ്പെടണ്ടായോടാ? അവൻ പറയാച്ചാ, എൻ്റെ ആയുസിൽ ഇതുവരെ ഇത്രയും സ്വർണവും വെള്ളിയും കണ്ടിട്ടില്ല, ഡോളറും കണ്ടിട്ടില്ല, ഇതിൻ്റെ ഇടയ്ക്കിടം ചത്താലും വേണ്ടില്ലെന്ന്. ചേട്ടാ പരക്കം പായച്ചിൽ കണ്ട ഇതിനിടയ്ക്കിടം ചത്താലും വേണ്ടില്ലെന്ന്. ദൈവം തമ്പുരാൻ തരുന്ന അനുഭവിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കാഹളനാദം കേൾക്കുമ്പോൾ മോളോട്ട് കുതിക്കുവാൻ നിനക്കിത് തടസ്സമാകരുത്. സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടുന്ന് കുതിക്കാൻ തയ്യാറായിക്കണം. ഇപ്പോൾ ഇതിനാ സമയം. 2 കുറിച്ചോ വായിക്കണമെന്നില്ല. ഉൽപ്പത്തി 30:30 സ്വന്തം നാടിനു വേണ്ടി ഞാനെപ്പോൾ കരുതും. ഞാൻ മുമ്പ് അപ്പം ഉണ്ടായിരുന്നതൊക്കെ പറഞ്ഞിട്ട് യാക്കോബ് പറയാം, എൻ്റെ സ്വന്തം നാടിനു വേണ്ടി എപ്പോൾ കരുതും. ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ, എൻ്റെ സ്വന്തം നാടിനു വേണ്ടി. ഉറക്കെ പറ, എൻ്റെ സ്വന്തം നാടിനു വേണ്ടി എപ്പോൾ കരുതും. ഇതല്ല സ്വന്തം നാട്, അവിടെ എത്തിയിട്ടില്ല. ആ രാജ്യത്തിന് വേണ്ടി എന്ന് കരുതും. അത്രയേ ഉള്ളൂ. കർത്താവ് ചോദിക്കും, ഇനി എന്നാ സുവിശേഷ വേല ചെയ്യുന്നേ? ഇനി എന്നാ ആത്മാക്കളെ നേടുന്നേ? ഇനി എന്നാ നിത്യതയ്ക്ക് വേണ്ടി കരുതുന്നത്? 50 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 80% ഇല്ല. 100 വർഷം കഴിഞ്ഞാൽ ആരുമില്ല, അത്രയൊന്നും പോകത്തില്ല. ഇനി എന്നാ സുവിശേഷ വില ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇച്ചിരി പേടി ഉണ്ടാക്കുന്നൊരു കാര്യം ഞാൻ പറയാൻ പോവാ. പേടി വന്നാലും മാനസാന്തരപ്പെട്ടാൽ മതി. ഉള്ള കാര്യം പറയണ്ടേ വാസു? അതായത് മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80. എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞ് ഉറക്കെ വന്നു, പേടിയൊക്കെ മാറട്ടെ. അപ്പോൾ ഒരു വർഷത്തിൽ 365 ദിവസമാണുള്ളത്. നിങ്ങൾ 80 വയസ്സ് വരെ ഇവിടെ ജീവിക്കുമെങ്കിൽ നിങ്ങൾക്കിനി എത്ര ദിവസം ഉണ്ടെന്ന് പറയാൻ പോവാ ഭൂവിൽ? 10 തുടങ്ങാം. നിങ്ങൾക്ക് 10 വയസ്സായെങ്കിൽ നിങ്ങൾക്കിനി ഭൂവിൽ 25,500 ദിവസം കൂടെ ഉള്ളൂ. 80 വയസ്സ് വരെ ഉണ്ടേല കേട്ടോ. നിങ്ങൾക്ക് 20 വയസ്സായെങ്കിൽ നിങ്ങൾക്കിനി ഇവിടെ 21,900 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് 30 വയസ്സായെങ്കിൽ ഇനി ഈ ഭൂവിൽ നിങ്ങൾക്ക് 18,250 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് 40 വയസ്സായെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ ഭൂവിൽ 14,600 ദിവസമേ ഉള്ളൂ. ബാക്കി വായിക്കണോ? എന്തായാലും വായിച്ചു തുടങ്ങിയില്ലേ? ഞാൻ പേടിപ്പിച്ചാലും വായിക്കുക. നിങ്ങൾക്ക് 50 വയസ്സായെങ്കിൽ ഈ ഭൂവിൽ നിങ്ങൾക്ക് ഇനിയും 10,950 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് 60 വയസ്സായെങ്കിൽ ഈ ഭൂവിൽ 7,300 ദിവസം കൂടെ ഉള്ളൂ. 80 വരെ ഉണ്ടേല. നിങ്ങൾക്ക് 70 വയസ്സായെങ്കിൽ
3650 ദിവസം കൂടെ ഉള്ളൂ. അത് മൊത്തം കുഴമ്പ് എണ്ണയോ. നിങ്ങൾക്ക് 80 വയസ്സായെങ്കിൽ ദൈവം നിങ്ങൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി എന്നാ ജീവിതയുടെ വിലയില്ലേ? ഇനി എന്നാ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നേ? ഒരു ചെറുക്കനും അമ്മ ജംഗ്ഷനിൽ പോയി വന്നപ്പോൾ ഒരു നല്ല ഹൽവ വാങ്ങിക്കൊണ്ട് വന്നു. ഇതിൽ മുറിച്ച് അവന് കൊടുത്തൊരു കഷ്ണം. ഈ കൊച്ചൻ ഹലുവ ഒന്ന് കടിക്കും കരയും, ഹലുവ ഒന്ന് കടിക്കും കരയും, കടിക്കും കരയും. അമ്മ വന്ന് ചോദിച്ചു, കൊച്ചനെ നീ നല്ല ഹലുവ തിന്നിട്ട് എന്തിനാടാ കരയുന്നേ? ഉടനെ അവൻ പറഞ്ഞു, അമ്മമ്മേ ഹലുവ മധുരമുള്ളതാ, ടേസ്റ്റ് ഉള്ളതാ, പക്ഷെ കടിക്കും തോറും തീരുക. കടിക്കും തോറും ഓരോ ഞായറാഴ്ച വരുമ്പോഴും കടിച്ച് തീർക്കുക. ഇവിടുത്തെ ദൂരം കൂടുകയും അവിടുത്തെ ദൂരം കുറയുകയും ചെയ്യാം. അവനിടം വിട്ട് ശരീരബദ്ധനായി ലോകെ വലഞ്ഞലഞ്ഞ് ഞാൻ വീടോടെടുക്കുന്നു. ഇനിയും സ്വന്തം നാടിനു വേണ്ടിയപ്പോൾ കരുതും. ഇത് പ്രസംഗിച്ചില്ലേ പിന്നെ? പ്രത്യാശയോട് ജീവിക്കാൻ മാത്രമല്ല, പ്രത്യാശയോട് മരിക്കാനും പഠിപ്പിക്കണം വിശ്വാസിയെ. കാരണം അൺഎക്സ്പെക്റ്റഡാണ് എന്ത് സംഭവിക്കും. നമ്മൾ ഇവിടുത്തേക്കാരല്ല. ഈ ഇരിക്കുന്ന സത്യമെങ്കിൽ ഇതുപോലെ സത്യമാണ് നിത്യത. കൈ ഉയർത്തി, കൈ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. അടുത്തത്, നമ്മൾ എല്ലാം പറയാൻ നേരമില്ല. നിങ്ങൾ ഇവിടെ ഓരോരുത്തൻ താൻ ബോധിച്ചവണ്ണം ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത്. വായിക്ക് പാസ്റ്റർ മോനെ, ആവർത്തന പുസ്തകം 12:8. നാം ഇന്നിവിടെ കേട്ടോ നാം ഇന്നിവിടെ ഓരോരുത്തൻ താൻ ബോധിച്ച പ്രകാരം ഒക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ കാരണം വായിച്ച മോനെ, കാരണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിലും നിങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ല. സ്വതന്ത്രം പറയാൻ കഴിയുമോ? അവിടെ ഇതുവരെ എത്തിയില്ല. നമ്മുടെ വാഗ്ദത്ത ദേശം അമേരിക്കയല്ല, ഇംഗ്ലണ്ട് അല്ല, ഇറ്റലി അല്ല, ഫ്രാൻസ് അല്ല, ജർമ്മനി അല്ല. നാം അവിടെ വരെ ഇതുവരെ എത്തിയിട്ടില്ല. അവിടേക്കുള്ള യാത്രയിലാണ് നാം. അതുകൊണ്ട് ഇവിടെ ഓരോരുത്തൻ താൻ ബോധിച്ച വണ്ണം ചെയ്യുന്ന പോലെ നീ ചെയ്യരുത്. അവൻ 4 കെട്ട് നീ ചെയ്യരുത്. അവൻ ആണിനെ കെട്ട് നീ ചെയ്യരുത്. അവൻ പെണ്ണിനെ കെട്ട് നീ ചെയ്യരുത്. പെണ്ണും നടക്കും, നീ ചെയ്യരുത്. കാരണം നീ ഇവിടുത്തുകാരനല്ല. നീ ഇവിടെ കൂടെ ഇന്ന് പാസ് ചെയ്യുന്നു. ഒലിഗ്രാം പറഞ്ഞു, ഞാനിവിടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതേ ഉള്ളൂ, ഞാൻ ഇവിടുത്തുകാരനല്ല. പിന്നെന്ത് ചെയ്യണം? ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുകയും. ലൂക്കോസ് വിശേഷം 17:32 ഒരു വാർണിംഗ് ആണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞേ? ലോത്തിന്റെ ഭാര്യയെ, അതായത് ഭക്തനായ മിസ്റ്റർ ലോത്തിന്റെ വീട്ടിൽ പാർത്ത മിസ്സിസ് ലോത്ത് ഭക്തയാണെന്ന് ചിന്തിച്ചു എല്ലാവരും. പക്ഷെ കൊടിയൊഴിപ്പിക്കലിന് കാഹളം ധ്വനിച്ചപ്പോഴാണ് ആരാന്ന് മനസ്സിലായത്. ഞാൻ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചപ്പോൾ ഞാൻ എഴുതി, ഭാര്യയെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭർത്താവിൻ്റെയും ഭർത്താവിനെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭാര്യയുടെയും അപ്പനെ അമ്മയും കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന മക്കളുടെയും പാസ്റ്ററെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന വിശ്വാസിയുടെയും പുറം മൂടികൾ കാഹളനാദത്തിങ്കൽ അഴിഞ്ഞു വീഴും. ഭക്തിയുടെ അഭിനയമല്ല നമുക്ക് ആവശ്യം, ഭക്തിയുടെ അനുഭവമാണ് ആവശ്യം. കുഞ്ഞ് പലരെ ഇവിടെ കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിക്കാനൊക്കില്ല. കാഹളനാദം കേൾക്കുമ്പോൾ ഇവിടുന്ന് പൊങ്ങണോ? ഇവിടെ എഴുതി ജീവിത വിശുദ്ധി ഭക്തിയും, നമ്മളത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. അടുത്തൊരു പദം എഴുതിയത്, ഓരോണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെയാകരുത്. ഇബ്രായ ലേഖനം 12 അഭക്തനാകരുത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളയരുത് മക്കളെ. വിശന്ന് കയറി ഏശാവ് വന്നപ്പോൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കളിപ്പീരുകാരൻ യാക്കോബ്. അവൻ പറഞ്ഞു, നിന്റെ പായസം തരിക. അവൻ പറഞ്ഞൊക്കില്ല, തരാം, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക്.
ഉടനെ അവൻ പറഞ്ഞ പടി കേൾക്കണോ? ഈ ജ്യേഷ്ഠാവകാശം എനിക്ക്, ദൈവദാസന്മാരോടൊപ്പം നിന്നാട്ടെ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക്. അവൻ ചോദിക്കും, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? ഞാൻ ഇപ്പം വിശപ്പം താങ്ങും. എന്താ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കുടുംബം, ഗോത്രം എന്നിവയുടെ ഭരണം, കുടുംബസ്വത്തിൽ ഇരട്ടിപ്പങ്ക്, മശിയ ജനനം. അതായത് ആരിൽ ജ്യേഷ്ഠാവകാശം ഇരിക്കുന്നോ അവൻ്റെ വീട്ടിലാണ് മശിയ ജനിക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ വല്യപ്പച്ചനാകാനുള്ള ഭാഗ്യമാ ഒരു കപ്പ് പായസം വിറ്റ് തുളച്ചത്. മക്കളെ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഒരു പെണ്ണിനെ കിട്ടാൻ, ഒരു ചെറുക്കനെ കെട്ടാൻ, ഒരു കുപ്പി മദ്യത്തിന്, ഒരു സിഗരറ്റിന്, കഞ്ചാവിന്, കറപ്പിന് നിന്റെ നിത്യത കളയരുത്. മണ്ണെ പ്രതി മാണിക്യം വെടിയരുത്. താൽക്കാലികമായ നിത്യത കളയരുത്. ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി നീ ക്രൂശിക്കരുത് യേശുവിനെ. ഇതാണ് അന്ത്യകാല സുവിശേഷം. ദൈവസഭയെ അപമാനിക്കരുത്. മക്കളെ, നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം നൽകിയ പ്രാണപ്രിയന്റെ സ്നേഹത്തെ നീ തിരസ്കരിക്കരുത്. സ്തോത്രം, സ്തോത്രം. പിന്നെ എഴുതിയിരിക്കുന്ന ശക്തിയെ പുതുക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ, അവിടെ എഴുതിയിരിക്കുന്ന യൗവനക്കാർ, ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവിടെ തുടക്കം കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ക്ഷീണിച്ചു പോകാൻ നടക്കും, തളർന്നു പോകാതെ ഓടും. ആ വാക്യം ഞാൻ തിരിച്ചെടുക്കുക. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ ക്ഷീണിച്ചു പോകാതെ ആദ്യം എന്ത് ചെയ്യും? നടക്കും, തളർന്നു പോകാതെ ഓടും, അവസാനം അവൻ വാനവിരവിലേക്ക് പറന്നുയരും. യഹോവയെ കാത്തിരുന്നവൻ നടന്നു തുടങ്ങി. പഴയ നിയമം മുഴുവൻ നടപ്പിനെ കുറിച്ച് പറഞ്ഞു, നടപ്പിനെക്കുറിച്ച്. ഞാനൊക്കെ ദൈവത്തോടുകൂടെ നടന്നു. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കരുത്. എന്നാൽ പുതിയ നിയമത്തിൽ നടപ്പ് മാറി ഓട്ടമായി. ആകയാൽ സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം. അപ്പം നടപ്പ് കഴിഞ്ഞ്, ഓട്ടം കഴിഞ്ഞ് ഇനി ഒരു പറക്കൽ ശേഷിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ, കൊച്ചി എയർപോർട്ടിൽ ചെന്നാൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഈ ലഗേജ് എല്ലാം കയറ്റി ആളെയും കയറ്റിയിട്ട് റൺവേയിലൂടെ പതുക്കെ ഇത് നിരങ്ങി നീങ്ങും. അതാ നടപ്പ്. നിരങ്ങി 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 നീങ്ങും. കുറച്ച് ഈ നിരക്ക് നീക്കൽ കഴിഞ്ഞൊരു പാച്ചിലായി മാറും. കുറേ കഴിയുമ്പോൾ ഈ പാച്ചിൽ ഒരു പറക്കലായി മാറും. അതിന് വേണ്ട ഇന്ധനം സംഭരിച്ചോണം, ശക്തി സംഭരിച്ചോണം. മറ്റൊരു കാര്യം പറഞ്ഞിട്ട്, സ്തോത്രം, അതായത് സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുന്നത് ഉപായത്താൽ ചതിക്കപ്പെടരുത്. ഇബ്രായ ലേഖനത്തിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യാകുവാൻ വാഗ്നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിനുള്ള ഏകാഗ്രത എന്നിട്ട് വഷളായി പോകരുത്. സാത്താൻ നിങ്ങൾ ഉപായത്താൽ ചതിക്കരുത്. ഇതിനകത്ത് വന്ന രക്ഷിക്കപ്പെടാത്തതോട് ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ടില്ലേലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല, വേർപെട്ടില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സാത്താൻ നിങ്ങളെ ചതിക്കരുത്. യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനമേറ്റു. യേശു സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ നല്ലൊരു മാതൃക കാണിക്കുകയായിരുന്നു. യോഹന്നാൻ യോർദാൻ നദിയിൽ യേശു ഇറങ്ങി. ഞാൻ യോർദാൻ നദിയിൽ പോയിട്ടുണ്ട്, അതിന് തീരത്ത് നിന്നിട്ടുണ്ട്. അവിടുത്തെ കലക്കവെള്ളം ഞാൻ കണ്ടിട്ടുണ്ട്. ആ കലക്കവെള്ളത്തിൽ യേശു ഇറങ്ങി സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ മാതൃക കാണിക്കുകയായിരുന്നു. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണം. രക്ഷിക്കപ്പെട്ടവനാണ്, പാപത്തിന് മരിച്ചവനാണ് കുടിച്ചിടേണ്ടത്. അവൻ വേർപാണ്ട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. കർത്താവ് വരാറായി. മറ്റൊരു വരവ് എഴുതിയിരിക്കുന്നത്, മനോഹരദേശത്തെ നിരസിക്കരുത്. മനോഹരദേശത്തെ അവർ നിരസിച്ചു. അടുത്തത് ഒരു വാദം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് വരരുത്. വായിച്ചാട്ട് ദേവദാസ, ഉൽപ്പത്തി പുസ്തകം വായിച്ചോ. ഞാൻ കുറിച്ച് തന്ന വാക്യം വായിച്ചാട്ട് 35-ാം അധ്യായത്തിലെ 16-ാം വാക്യം മുതൽ വായിച്ചാട്ട്. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തിയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണികൾ അവളോട്, ഭയപ്പെടേണ്ട, ഇതൊരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിൽ പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. ബേത്ലഹേം എഫ്രാത്തയിലേക്ക് ഇറങ്ങി വരാം. അവിടെ എത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ മരിച്ചു. വഴിയിൽ അവളെ അടക്കി. രാത്രിയുടെ പ്രഭാഷണം അവസാനിക്കുമ്പോൾ വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് വരരുത്. ഫിനിഷിംഗ് പോയിന്റിൽ ട്രാക്ക് തെറ്റരുത്. പഠിക്കൽ കുടമുടയ്ക്കരുത്. അങ്ങിയല്ലണം.
ദൈവം നമ്മെ വിളിച്ചേ അതിനു വേണ്ടിയാണ്. നമ്മുടെ കർത്താവ് വരാറായി. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ അവൻ്റെ വാഗ്ദത്തം നിറവേറുന്നില്ല. ചിലരുടെ മാനസാന്തരപ്പെടാൻ ഇച്ഛിച്ചവൻ ദീർഘക്ഷമ കാണിക്കുക. കഴിഞ്ഞ വർഷം കർത്താവ് വന്നിരുന്നാൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല. ഈ കൺവെൻഷൻ ലാസ്റ്റ് ചാൻസാണ്. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? കർത്താവിനായി വേർതിരിയാത്ത ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ജീവിത വിശുദ്ധി സൂക്ഷിക്കാത്തവരുണ്ടോ? ഈ രാത്രി ഏൽപ്പിക്കപ്പെടണം. നമുക്കെല്ലാം ദിവസം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. സമയം പോയി. എല്ലാവർക്കും എഴുന്നേൽക്കാം. യേശു മടങ്ങി വരാറായി. കാഹളം ധ്വനിക്കാറായി. വിശുദ്ധന്മാർ ഉയർക്കാറായി. ഈ പാട്ടിന് 2 സ്റ്റാൻസ പാടി നിർത്തണം. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആരാധിക്കാൻ പോവുകയാണ്. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാനാ. കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാൻ. കരം നീട്ടിയേറ്റം പുഞ്ചിരി തൂകി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. വിളിച്ചിടുന്നു പോകാം നമുക്ക്. വിളിച്ചിടുന്നു പോകാം നമുക്ക്. എന്താ പാടിയത്? നമ്മൾ പാടാൻ പോകാം. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ട് നാമം ചേരുവാൻ. എങ്ങനെ ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. ഒരബദ്ധ പ്രസ്താവനകൾ ചിലർക്കുന്നുണ്ട്. അങ്ങി എന്ന ആരെയും തിരിച്ചറിയത്തില്ലെന്ന്. പൗലോസിനെ തിരിച്ചറിയില്ലേ? പൗലോസ് പറഞ്ഞ ആ ദിവസത്തിൽ കർത്താവ് എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, കർത്താവിൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച് ഏവർക്കും ഉള്ളത്. സ്തെഫാനോസിനെ തിരിച്ചറിയില്ലേ? ഭീമോനസിനെ തിരിച്ചറിയില്ലേ? പിന്നെന്തുവാ? തിരിച്ചറിയും. പക്ഷെ ബന്ധത്തിൻ്റെ ഫീലിങ്സ് ഇല്ല ഇവിടെ. നമ്മൾ തിരിച്ചറിയും നമ്മുടെ കർത്താവിനെ, വിശുദ്ധന്മാരെ എല്ലാവരും തിരിച്ചറിയും. അതല്ലേ നമ്മുടെ പ്രതീക്ഷ. ഞാൻ ഈ പ്രഭാഷണം അവസാനിക്കുമ്പോൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 21 എഴുതിയിരിക്കുന്നു, ഇതാ മനുഷ്യരുടെ ദൈവത്തിന് കൂടാരം. ദൈവം താൻ പറഞ്ഞേ ദൈവമക്കളെ, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് ഇനിയും മരണമുണ്ടാകില്ല, ഇനിയും ദുഃഖമുണ്ടാകില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, സ്വർഗത്തിലും കണ്ണുനീരാണോ? ഇവിടെയും കണ്ണുനീരുണ്ട്. അവിടെ ചെന്നപ്പോൾ കണ്ണുനീരെന്നാ? നിങ്ങൾക്കറിയാമോ, എയർപോർട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ യാത്രയാക്കുന്നവരാണ്. ഇപ്പോഴാണ് പിള്ളേരെ കാണാൻ മിക്കവാറും. ഇന്ന് നമ്മുടെ ഡാലിച്ചാൻ്റെ മോൾ എന്നെ സിംഗപ്പൂരിന് വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ യോഗത്തിന് വരുന്ന കാര്യം. അങ്ങനെ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ പല രാജ്യങ്ങളുണ്ട്, അമേരിക്കയിലും ഒക്കെ. ഇപ്പം കാണാം, പക്ഷേ പണ്ട് കാണാൻ കഴിയില്ല. 4-5 വർഷം കഴിയുമ്പോഴാണ് വരുന്നത്. എയർപോർട്ടിലെല്ലാം കണ്ണുനീര് വീഴുന്നടവാ. റെയിൽവേ സ്റ്റേഷനൊക്കെ എയർപോർട്ടിൽ കണ്ണുനീരാണ്. യാത്ര അയക്കുന്നവരെ കൈലേസ് കൊണ്ട് കണ്ണുനീരൊപ്പി കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ, മിക്ക അവസരങ്ങളിലും സ്വീകരിക്കാൻ നിൽക്കുന്നവർ കരയുന്ന കാണാം. ഇല്ലേ? മോളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അപ്പൻ്റെ കണ്ണ് നിറയും, അമ്മയുടെ കണ്ണ് നിറയും. ഈ മോളെ കണ്ടതിൻ്റെ സങ്കടമല്ല, ആ കണ്ണുനീരിൻ്റെ പേരാണ് ആനന്ദത്തിൻ്റെ കണ്ണുനീർ. 2 വർഷം കാണാതിരുന്നവനെ കാണുമ്പം കണ്ണ് നിറയുമെങ്കിൽ 10 വർഷം മുമ്പ് നീ യാത്രയാക്കി നിന്റെ അപ്പനെ, അമ്മയെ, ദൈവദാസനെ കാണുമ്പോൾ എത്ര സന്തോഷമായിരിക്കില്ലേ? ഈ കണ്ണുനീരെന്തെന്ന് ഞാൻ പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ, നമുക്കായി മുറിഞ്ഞവനെ, ആ പാട്ടുകാരൻ പറഞ്ഞെനിക്ക് ഇഷ്ടമാണ്, കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. എനിക്കായി തകർന്നവനെ കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. യേശു കർത്താവിനെ കാണുമ്പോൾ ഒരു ദൈവവേദന ഒന്നും പറയാനില്ല, അവൻ്റെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകും. യേശുവിനോടുള്ള സ്നേഹമുണ്ട്. അപ്പോൾ യേശു കർത്താവ് അവനെ മാർവോട് ചേർന്നു. എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ പറയും. യേശുവിൻ്റെ മാർവിൽ അമർന്നിരിക്കുന്ന ദൈവവേദൻ്റെ കണ്ണ് നിറയുമ്പോൾ ഇങ്ങോട്ട് നോക്കിയോ, അവൻ ഈ കൈ കൊണ്ട് തുടച്ചു മാറ്റും. ആ തുടച്ചു മാറ്റുമ്പോഴേ, കണ്ണുനീര് തുടയ്ക്കുമ്പോഴേ, കണ്ണുനീര് വരുന്നൊരു കണ്ണുനീര് ഗ്രന്ഥിയുണ്ട്, അതുകൂടെ തുടച്ചം കളയും. ഇനി ദുഃഖമുണ്ടാകില്ല, ഇനി മരണമുണ്ടാകില്ല, മുറവിളിയും കണ്ണുനീരും ഉണ്ടാകില്ല. നാം കർത്താവിനോടൊപ്പം വാഴും. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം ഇത് വിശ്വസിക്കും. അങ്ങെത്തണം കേട്ടോ, കണ്ണടച്ച് പ്രാർത്ഥിക്കാം. അങ്ങെത്തണം. ചുമ്മാ അതൊരു പ്രസംഗം കേട്ട് പോകല്ലേ മക്കളെ. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം.
എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, എനിക്ക് അങ്ങ് ചെല്ലണം. എപ്പോൾ എൻ്റെ കർത്താവ് വിളിച്ചാലും, മരണമോ കാഹളം ധരിക്കുന്ന സമയമായാലും, അതിനായി എന്നെ സമർപ്പിക്കുന്നു. യേശുവേ, എന്നെ ഒന്നുകൂടെ കഴുകണേ, എന്നെ ഒന്നുകൂടെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടോ, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്ക് എൻ്റെ യേശു അപ്പച്ചനെ കാണണം, എനിക്ക് അങ്ങത്തണം. എന്നെ ഏൽപ്പിക്കുന്ന സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കൂ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പിതാവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു, ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാണപ്പാ. അങ്ങ് വന്നേരും വരെയും അവിടുത്തെ മുഖത്ത് നോക്കി ഓടാൻ ഞങ്ങൾ ഒരുക്കണം. ഞങ്ങൾ ഓടിയത് അധ്വാനിച്ചു മൃതാവാകരുത്. നിന്റെ ജനത്തിന്മേൽ നിന്റെ കൈ ഇപ്പോൾ വെക്കുന്നോർത്ത സ്തോത്രം, നിന്റെ ശക്തിയുടെ കരം പകരുന്നോർത്ത സ്തോത്രം. ഞങ്ങളെ ശക്തീകരിക്കണം. നമ്മുടെ കരം തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മറ്റു ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. അതിന് മുമ്പൊരു ചോദ്യം. എല്ലാ കണ്ണും അടച്ചിരുന്നാട്ട്. ഇവിടെ വന്നിരിക്കുന്ന ഏറിയ പങ്ക് രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടൊരു സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങളോ പ്രായമായവരോ? കുഞ്ഞുങ്ങളെ ഞാൻ ചെയ്യുന്ന ഏജ് അക്കൗണ്ടബിലിറ്റി 12 വയസ്സ് കഴിഞ്ഞാൽ തിരിച്ചറിവിൻ്റെ പ്രായമാണ്. അതിന് മുമ്പുള്ള, അതിന് ശേഷമുള്ള ചെറുപ്പക്കാർ. രക്ഷിക്കപ്പെട്ടിന് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? നിനക്കൊരവസരം തന്നില്ലെന്ന് വരരുത്. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. കർത്താവിനോട് ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മരണത്തിന് മുമ്പ്, അല്ല എൻ്റെ യേശുവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് ആഗ്രഹമുണ്ടെങ്കിൽ കൈകൂടി ഉയർത്തിപ്പിടിക്കാം. ഇന്ന് രാത്രി സ്നാനപ്പെടാൻ വേണ്ടിയല്ല, എൻ്റെ മരണത്തിന് മുമ്പ്, അല്ല എൻ്റെ യേശുവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. തടസ്സങ്ങൾ മാറാൻ കർത്താവിൻ്റെ ദാസനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നന്നായി കൈ ഉയർത്തിപ്പിടിക്കണം. എന്നാൽ എനിക്ക് കാണാൻ കഴിയും. ഞാൻ സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. യേശുവിടെ ചേരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ നന്നായി കരമുയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ കരം നമ്മെ സ്പർശിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ നന്നായി കൈ ഉയർത്തിപ്പിടി. ഈ പ്രായത്തിലാണ് യേശുവിന് വേണ്ടി നിൽക്കേണ്ടത്. ആ കൈ നന്നായി ഉയർത്തിപ്പിടിക്കൂ. കർത്താവ് നിങ്ങളെ കാണട്ടെ. ആ പെൺകുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗം ഇന്ന് രാത്രി സന്തോഷിക്കുക. ആ കരത്തെ, ആ ചെറുപ്പക്കാരനെ അങ്ങ് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്. നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. അങ്ങ് ജലത്തിൽ സാക്ഷിച്ച് വേർപാടിൻ്റെ വിശുദ്ധി ആരാധിപ്പാതിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ നൽകണം. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ദൈവജനം ഒന്നിച്ച് കൈ ഉയർത്തി ഒരു ആർപ്പിട്ടാട്ട് ഹല്ലേലൂയ പറഞ്ഞാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ വളരെ സ്തുതിക്കണം. ദൈവാത്മാവിടെ ഉള്ളിൽ പ്രേരണ കൊടുത്തിട്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ സമയത്ത് ഓസ്ട്രേലിയയിൽ, അവർക്ക് കാണുന്നുണ്ടായിരിക്കും, പ്രസംഗിക്കാൻ ചെന്ന ഒരു സഭയിലെ 13 കുഞ്ഞുങ്ങൾ അവിടെ നൃത്തമായിരുന്നു സ്നാനപ്പെടാൻ സമർപ്പിച്ചു. ഏറ്റവും അധികം സന്തോഷിക്കേണ്ടേ അവിടെയാണ്. അടുത്ത പടി ദൈവസഭ ചെയ്തോളൂ. ഇന്ന് രാത്രി 2 കാര്യങ്ങൾ കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ എത്ര നാൾ ഈ ഭൂമിയിലുണ്ടെന്ന് അറിയില്ല. അത്ര നാൾ യേശുവിനെ ഉയർത്താൻ നീ തയ്യാറാണോ? കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ അറിയാവുന്ന വാക്കുകളിൽ എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ ഉയർത്തണം, എൻ്റെ കർത്താവിനെ കുറിച്ച് 10 പേരോട് പറയണം. അതിനായി സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഔഷമ കൈ ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, നിന്റെ വേല ചെയ്യാൻ എന്നെ ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ വചനം പറയാൻ, സുവിശേഷം പറയാൻ നാവിൻ്റെ കെട്ടൊക്കെ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി നിന്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനം സുവിശേഷം പറയാൻ വാതുറക്കുമ്പോൾ അവിടെ വായിൽ നീ വചനം നൽകണമേ. അവർ കൈ നീട്ടുമ്പോൾ സൗഖ്യം വ്യാപരിക്കണമേ. അവർ ശാസിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരം വിട്ടുമാറണമേ. അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ജനത്തെ ഒരുക്കിയാട്ട് കർത്താവേ, ദൈവദാസന്മാരെ മാത്രമല്ല, ശക്തിയേറിയ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെല്ലാം ഒരുക്കണം. നിന്റെ കരം തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈ താഴ്ത്തിയിടാം. രോഗികളായിരിക്കുന്നവർ കരം ഉയർത്തിപ്പിടിക്കാം. കടഭാരമുള്ളവർ കൈ ഉയർത്താം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യം കരം ഉയർത്താം. ഞാൻ രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗസൗഖ്യം ആവശ്യമുള്ളവർ കരം ഉയർത്താം. ഏത് രോഗമാകട്ടെ നന്നായി കൈ ഉയർത്തിപ്പിടിച്ചാട്ട്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി അങ്ങ് സ്തുതിക്കുന്നു. നിന്റെ ജനത്തിന്റെ വേദന, രോഗം എനിക്കറിഞ്ഞുകൂടെ അങ്ങയ്ക്കറിയാം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ അഴിക്കപ്പെടുമെന്ന പ്രകാരം അഭിഷക്തനായ അടിയൻ നാസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവെ വിട്ടുമാറുക, ദോഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമെ വിട്ടുമാറുക. നിന്റെ കരുതലിന്റെ കരം, വിടുതലിന്റെ കരം ഇപ്പോൾ നീട്ടപ്പെടട്ടെ. നിന്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈയൊന്ന